കമ്മിറ്റിയിൽ നടന്ന ചർച്ചയെ തർക്കമായി വ്യാഖ്യാനിക്കേണ്ടെന്നും വ്യാജ പ്രചാരണത്തെ നിയമപരമായി നേരിടുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ആര് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു 10:30 വരെ പത്തനംതിട്ടയുണ്ടായിരുന്നു. ഞാൻ കമ്മിറ്റി പങ്കെടുത്ത അവസാനം പിരിയുന്ന സന്ദർഭത്തിൽ വരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ ആകെ ഒരു തർക്കം വേണമെങ്കിൽ പറയാവുന്ന ഈ മീറ്റിംഗ് വെക്കുന്നതിനെ സംബന്ധിച്ച സമയത്തിന്റെ കാര്യത്തിൽ ഹർഷനും പാൽകുമാറും തമ്മിൽ അന്യോന്യം അത് 3 മണിക്ക് വേണമെന്നും 5 മണിക്ക് വേണമെന്നും രാവിലെ വേണമെന്നും ഒരു തർക്കപ്രശ്നം ഉന്നയിച്ച് വേണമെങ്കിൽ അത് സ്വരം കൂട്ടിയായിരിക്കും. അതല്ലാതെ ഒരാളും അവിടെ കയ്യാങ്കളി നടത്തുകയോ മറ്റേതെങ്കിലും സംഭവങ്ങളോ ഉണ്ടായില്ല. ഒരു വാർത്ത അത് ബോധപൂർവ്വം ആരോ സൃഷ്ടിച്ചതാണ്. ശ്രീജിത്ത്, ഇതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ വി എൻ വാസവൻ ആ യോഗത്തിൽ മുഴുവൻ പങ്കെടുത്തു. അദ്ദേഹം അവിടെ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഒരു റിപ്പോർട്ട് നൽകി എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ പത്തനംതിട്ടയിലേക്ക് ഉടൻ എത്തുമെന്നുമുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പത്തനംതിട്ടയിൽ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് ബോധ്യമുണ്ട്, അതിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ട് എന്ന് കരുതുന്നുണ്ട് നേതൃത്വം തന്നെ. അങ്ങനെ വിലയിരുത്താം അല്ലേ? അങ്ങനെ തന്നെ വേണം. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് മാത്രമാണ് CPIM ഒരു നടപടിയിലേക്ക് കടക്കാത്തത്. ഇങ്ങനെ ഒരു പ്രശ്നം ആ മേഖലയിൽ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടെങ്കിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുക എന്ന് തന്നെയാണ് കേഡർ സംവിധാനമൊക്കെ ഉള്ള CPIMന്റെ രീതി. അത് കൃത്യമായ രീതിയിൽ അവർക്കറിയാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം അത് ഇപ്പോൾ തന്നെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ റിപ്പോർട്ട് മന്ത്രി വി എൻ വാസവൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക, ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം, വിഷയം മയപ്പെടുത്താം, എല്ലാം നിഷേധിക്കണം എന്ന കർശനമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. എന്തായാലും പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ പരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി തന്നെ തൊട്ടടുത്ത ദിവസം നേരിട്ടെത്തുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ UDF ഇത് വലിയ ചർച്ചയാക്കുമെന്ന് ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ CPIMനും അറിയാം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ച് നിയമപരമായി തന്നെ തങ്ങൾ ഇതിനെ നേരിടുമെന്ന് കൃത്യമായ രീതിയിൽ CPIM നേതാക്കൾ KP ഉദയഭാനു അടക്കമുള്ള CPIM നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. വിജയകുമാർ ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരം.